ഈ ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളെ കാണുവാനും ദൈവത്തെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി കേട്ടു. എന്താണ് പാടിയത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ദൈവവചനമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇത് പാടുന്നത്. ഞാനിങ്ങനെ ധ്യാനം കൂടുമ്പോൾ പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ആദ്യത്തെ വചനം, അന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ, ഞാൻ പോയ ധ്യാന കേന്ദ്രത്തിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഡയറി മേടിക്കാം അവിടുന്ന്, ആ വർഷത്തെ ഡയറി. അപ്പോൾ ആ ഡയറിയുടെ ആദ്യ ഭാഗത്ത് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വചനം ഏത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതിനകത്ത് ഇങ്ങനെ എഴുതി: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഇതാണ് എന്നെ സ്പർശിച്ചത്. അതിനൊരു കാര്യമുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലെ ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്, നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ എന്തോരം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോയത്, കോളേജിൽ പോയത്. നിങ്ങൾ തിരിഞ്ഞിനി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞ് വീണത്? MBBS അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച്, എന്നിട്ട് ഇപ്പം എന്നാ പറ്റി? കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ IAS പോകണമെന്ന് ആഗ്രഹിച്ചു, ലഭിച്ചോ? കിട്ടിയില്ല. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒത്തിരി സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. അപ്പോൾ നമ്മളവർക്ക് ഇതുകൊണ്ടൊക്കെ അവസാനിക്കുന്നില്ല. നാളുകളിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ സ്വപ്നം കാണും. മനുഷ്യൻ്റെ സ്വപ്നങ്ങളെല്ലാം പൊഴിഞ്ഞു വീഴാറുണ്ട്. അതൊരു മനുഷ്യൻ്റെ അല്ല, മിക്കവാറും മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട്. അതെല്ലാം പലപ്പോഴും പൊഴിഞ്ഞു താഴെ വീഴും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ദുഃഖങ്ങളും വേദനകളും നമ്മുടെ ചങ്കിനകത്തോട്ട് കയറാൻ തുടങ്ങും. അപ്പോൾ ഓർക്കണം, കൊച്ചു പ്രായത്തിൽ തൊട്ട് നമുക്ക് സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം ഒരു മുറിവായി, വേദനയായി, സങ്കടങ്ങളായി നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കും. അപ്പോൾ എന്നാ സംഭവിക്കും? ഓരോ മനുഷ്യനും വളരെ ചെറുപ്രായത്തിൽ തന്നെ നിരാശരും ദുഃഖിതരും അസ്വസ്ഥരും ഭാരമുള്ളവരായി മാറും. അപ്പോൾ വളരെ കൊച്ചുപ്രായത്തിൽ തന്നെ പലരും തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നതിൻ്റെ ദുഃഖങ്ങളും വേദനകളും ചങ്കിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച്, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതെല്ലാം പൊഴിയും, നമ്മൾ നിരാശരാകും. എന്നാൽ ദൈവരാജ്യം തേടി പോവുകയാണെങ്കിൽ ദൈവരാജ്യവും കിട്ടും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ കിട്ടുന്ന പരിപാടിയാണ് ഏത്? ദൈവരാജ്യ അന്വേഷണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നൊരു തീരുമാനം എടുത്ത്, ഇനി ജീവിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക. ഞാൻ ഈ 1ാം ക്ലാസ്സിലൊക്കെ ചേർന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറാകണമെന്നായിരുന്നു. എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി, നമ്മൾ ഡോക്ടറാകുകയല്ലെന്ന് മനസ്സിലായി. ഓരോ ദിവസവും വിദ്യാഭ്യാസത്തിൽ നമ്മൾ പിന്നിടുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രഗിൾ മനസ്സിലാക്കുന്നത്. ജോലിയിലേക്ക് കയറുന്നവർക്ക് അതിനേക്കാൾ വലിയ സ്ട്രഗിളാണ്. അങ്ങനെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെല്ലാം ഒത്തിരി സ്ട്രഗിളിലേക്ക് ചെന്നിട്ട് അവസാനം അവർക്ക് ജീവിതം തന്നെ ഒരു നിരാശ ദുഃഖമായിട്ട് മാറും, സങ്കടങ്ങളായിട്ട് മാറും. ആൺപിള്ളേർക്കത് ദേഷ്യവും അരിശവും പിന്നെ ദുശീലങ്ങളിലേക്ക് പോകാനുള്ള പ്രവണതയും ഒക്കെ ആയിട്ട് മാറുമ്പോൾ പെൺകുട്ടികൾക്കത് മനസ്സിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും മുറിവുകളുമായിട്ട് കിടക്കും. ഇതാ സംഭവിക്കുന്നത്. ആൺപിള്ളേർ അതിനൊക്കെ കാരണം ഇത് പാരൽ മാർഗം കണ്ടുപിടിക്കും. സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, അല്ല വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുക, മൊബൈൽ വേണമെന്ന് പറയുക, ബൈക്ക് വേണമെന്ന് പറയുക, ഇങ്ങനെയൊക്കെ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരവരുടെ നിരാശയും ദുഃഖം അങ്ങനെയൊക്കെ അങ്ങ് തീർക്കും. പെങ്കൊച്ചുങ്ങൾ കരഞ്ഞും നിലവിളിച്ചും വേദനിച്ചും അത് തീർക്കും.
പക്ഷേ ദൈവരാജ്യം നിങ്ങൾ തേടുകയാണെങ്കിൽ ബാക്കിയുള്ളതും മുഴുവനും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഇതെൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ സമർപ്പിതനായ സമയം മുതൽ കർത്താവ് എന്നെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. ഡോക്ടറാകണം എന്നായിരുന്നു ആഗ്രഹം, ഡോക്ടറായില്ല. പക്ഷേ പ്രിയമുള്ളവരെ, എന്തുമാത്രം ഡോക്ടർമാരാണെന്നറിയും ഇവിടെ ധ്യാനം കൂടാൻ വരുന്നത്. നമ്മുടെ ശുശ്രൂഷകരായിട്ട് തന്നെ ഡോക്ടേഴ്സുണ്ട്. ഇവിടെ പള്ളിയിൽ തന്നെ കുറേ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. മാത്രമല്ല, ധ്യാനവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഇത്തരം ആളുകളെ നമ്മൾ പരിചയപ്പെടുകയും അവരുടെ ജീവിതത്തിൽ ഉപദേശം കൊടുക്കുകയും ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കെ പ്രിയമുള്ളൊരു ഡോക്ടർ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത്, അവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന സമയത്ത് അവരുടെ അമ്മ ഇവിടെ വന്നു. അവരുടെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. അവരുടെ അമ്മ പറഞ്ഞ ഇതാണ്: എൻ്റെ തിരുമേനി, എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു മാതാപിതാക്കന്മാരും അവരുടെ പിള്ളേരെ ഡോക്ടറാക്കാൻ വിടരുതേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. ഇവൻ്റെ കഷ്ടപ്പാട്, ഇവൻ്റെ സ്ട്രഗിളും, ഇവൻ്റെ വേദനയും, ഇവൻ്റെ ദുഃഖങ്ങളും എല്ലാം കൂടെ കാണുമ്പോൾ രാത്രി മുഴുവനുള്ള പഠനവും ആ കൊച്ചങ്ങ് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ആരും ഡോക്ടറാകരുതേ എന്ന് എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളൂ. എനിക്ക് ആശ്വാസമായി. ഇങ്ങനെ ഒരു സംഭവം എടുത്തു പറഞ്ഞെങ്കിലും ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മകളും കിടപ്പുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനത്തിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ചേട്ടാ ഇത് ചത്ത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമല്ലേ ദൈവരാജ്യം? സാധാരണ മരിക്കുന്നവരെ എവിടെ പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലേ, അല്ലേ നരകത്തിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മരിച്ചു കഴിയുമ്പം എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെന്നു, നമ്മളൊരു രാജ്യത്തേക്ക് പോകാൻ പോവുകയാണ്. നമുക്കവിടെ ചെന്നിട്ട് വെറുതെ, നമ്മുടെ ഈ പാസ്പോർട്ടുണ്ട്, വെറുതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മസ്കറ്റിലേക്കൊരു ഫ്ലൈറ്റ് കിടക്കുന്നു, UK-യിലേക്കൊരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്, ദുബായിലേക്കൊരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. നമുക്ക് മസ്കറ്റിൽ പോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. നമ്മൾ നേരെ എന്നാൽ പിന്നെ ദുബായിക്ക് പോയേക്കാന്ന് പറഞ്ഞ് കയറി പോകാൻ പറ്റുമോ? ഇല്ല. ഏത് രാജ്യത്തേക്കാണോ നമുക്ക് വിസ ലഭിച്ചിരിക്കുന്നത് ആ രാജ്യത്തേക്ക് മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ എനിക്ക് അമേരിക്കൻ വിസ ഉണ്ടെന്ന് വിചാരിച്ചോ, എനിക്ക് എപ്പം വേണമെങ്കിലും ടിക്കറ്റ് എടുത്താൽ എവിടെ പോവാം? അമേരിക്കയിൽ പോവാം. എൻ്റെ അമേരിക്കൻ വിസ തീർന്നു പോയി, എനിക്ക് വിചാരിച്ചാൽ പോകാൻ പറ്റുമോ? ഇല്ല. എയർപോർട്ട് വരെ പോകാം, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യല, അവർ കയറ്റി വിടത്തില്ല. ഇതാ പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ദൈവരാജ്യം എന്ന് പറഞ്ഞത് മരിച്ച ശേഷം ഉണ്ടാകുന്ന സംഭവമല്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തമാക്കേണ്ട ഒരനുഭവമാണ്, ഒരഭിഷേകമാണ് സ്വർഗരാജ്യം. മനസ്സിലായോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു കഴിഞ്ഞ് സ്വന്തമാക്കേണ്ട ഒന്നല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ വെച്ച് ഇപ്പോൾ സ്വന്തമാക്കേണ്ട ഒരു അനുഭവം. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ സ്വർഗരാജ്യം, ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കിയാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണിത്, പക്ഷേ സത്യമാണ്. എൻ്റെ ഒരു 2000 മുതൽ 2018 വരെയുള്ള 18 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടതാണ്. ഒരിക്കൽ UK-യിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വന്നു. അവരെന്നെ കാണാൻ വേണ്ടി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ അന്ന് തിരക്കായിപ്പോയി. അതിനുശേഷം ഞാൻ 2 മണിക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ഇങ്ങനെ വാതിക്ക് വന്ന് നിൽക്കാം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വന്നത്? നേരെ പറഞ്ഞു, എനിക്ക് തിരുമേനോട് ഒരു 2 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമുക്കിപ്പോൾ 2 മിനിറ്റ് സംസാരിക്കാം, എന്താണെന്നുള്ള കണ്ടന്റ് അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞ്, ഞാൻ പാലായിൽ 1 വർഷം താമസിച്ച് പഠിച്ചു. അതിനുശേഷം MBBS-ൻ്റെ എൻട്രൻസ് എഴുതി, എനിക്ക് കിട്ടിയില്ല. ഞാൻ 1 വർഷം കൂടെ പഠിച്ചു. അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അവൾക്കൊരു ഡോക്ടറാകണം, കിട്ടിയില്ല. അപ്പോൾ എത്ര വയസ്സായി? 15 2 17 വയസ്സായി. അതിനുശേഷം അമേരിക്കയിൽ ചെന്ന് വേറെ ഏതാണ്ട് കോഴ്സിന് പോയി. ആ കോഴ്സൊക്കെ പഠിച്ച് പാസ്സായി. പക്ഷേ അവളുടെ മനസ്സിൽ വീണ്ടും ഈ ആഗ്രഹം കിടക്കുകയാണ്. അവിടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ അങ്ങനെ കിട്ടത്തില്ല, എൻട്രൻസ് ഒന്നുമില്ല അവിടെ ഇങ്ങനെ പഠിച്ചൊക്കെ കയറിപ്പോകണം. അവിടെയും കിട്ടിയില്ല.
എന്നാൽ അമേരിക്കയിൽ പോയി പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ UK ആയിട്ടുള്ള ബന്ധം വിടും. അതും നടന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ വളരെ നിരാശയിലും സങ്കടത്തിലുമാണ്. അവളങ്ങ് കരയുകയാണ്. നല്ലൊരു കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് UK വരുമ്പോൾ സംസാരിക്കാം. അങ്ങനെ ഞാൻ പിറ്റേ മാസം UK ചെന്നപ്പോൾ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി. അവളുടെ സങ്കടങ്ങളെല്ലാം കേട്ടു. ഞാൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തപ്പം ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ക്രിസ്തുവിന് നീ സമർപ്പിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഇവിടെ MBBS പഠിക്കാൻ പോകണമെങ്കിൽ ഒത്തിരി പൈസയാകും. അപ്പം എൻ്റെ പേരൻസിനെ അങ്ങനെ പണം കൊടുത്ത് അഡ്മിഷൻ മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാട്ടിലും പ്രൈവറ്റ് സ്ഥലത്തൊക്കെ കൂടുതൽ ഒത്തിരി പണം കൊടുക്കണം. അങ്ങനെ പേരൻസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്കൊരു വിദ്യാഭ്യാസം വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ദൈവത്തിന് സമർപ്പിക്കുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഞാനതിന് ശേഷം തിരിച്ചു പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം UK ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവൾ ട്രെയിനൊക്കെ കയറി എന്നെ കാണാൻ വന്നു. അവളുടെ കയ്യിലൊരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഈ സ്റ്റെതസ്കോപ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് അഡ്മിഷൻ കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്? ഉടനെ പറഞ്ഞ് UK ഒരു പുതിയ കോഴ്സ് ആരംഭിച്ച്, അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് കാശ് ഇങ്ങോട്ട് തരും, സ്റ്റൈഫൻഡ്. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് പൈസ തരും. ഡോക്ടർക്ക് തുല്യമായി UK പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കോഴ്സ് ഗവൺമെൻറ് പ്രത്യേകം ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടോ, എല്ലാ വാതിലും അടഞ്ഞടത്ത കർത്താവ് എന്ത് ചെയ്ത് അവൾക്ക് വേണ്ടി പുതിയൊരു വാതിൽ തുറന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആത്മീയ ജീവിതം എന്നുള്ളതല്ല, ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ദൈവരാജ്യം എന്താണെന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17:20. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യക്ഷമായ യാതൊരു അടയാളങ്ങളും ഉണ്ടാകുകയില്ല. പിന്നെ ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയത്തില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന സംഭവമല്ല. നിങ്ങൾ പറയുകയാണ് തൂത്തുട്ടി ചാപ്പലിൽ പോയാൽ ദൈവരാജ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന എല്ലാവർക്കും കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്നാൽ മഞ്ഞനിക്കര പള്ളി പോകാമെന്ന് വിചാരിച്ചു പറഞ്ഞാൽ അവിടെ പോയാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതാ ഇവിടെയൊന്നും അതാ അവിടെയൊന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല. പിന്നെ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം എവിടെയാണ്? മലയാളത്തിൽ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നതെല്ലാം ഗ്രീക്ക് ഭാഷയെന്നാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലെ മൂലഗ്രന്ഥത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? ദൈവരാജ്യം നിങ്ങളിലാണ്. മനസ്സിലായോ? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണെന്നല്ല. പിന്നെ എവിടെയാ ദൈവരാജ്യം? ദൈവരാജ്യം എവിടെയാ? നിങ്ങളിലാണ്. അപ്പം ദൈവരാജ്യം നമ്മളിലാണെങ്കിൽ നരകം എവിടെയാ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നരകവും എവിടെയായിരിക്കണം? നമ്മളിൽ തന്നെയാണ്. രണ്ടിൻ്റെ വിസ അടിക്കുന്നത് നമ്മുടെ ചങ്കിനകത്താണ്. നമ്മുടെ മനസ്സിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വാതിലിരിക്കുന്നത്, എങ്ങോട്ട് വേണം എന്നുള്ളത്. നമ്മൾ നരകത്തിൽ കൂടിയാണോ യാത്ര ചെയ്യുന്നത്, സ്വർഗ വഴിയാണോ യാത്ര ചെയ്യുന്നത് തീരുമാനിക്കേണ്ടത് പ്രിയമുള്ളവരെ, അതിൻ്റെ നിശ്ചയം ഇരിക്കുന്നത് ഇതിനകത്താണ്. അതുകൊണ്ട് അതാ അവിടെ നിന്ന് ആർക്ക് പറയാൻ പറ്റുകയില്ല, ഇതാ ഇവിടെ നിന്ന് പറയാൻ പറ്റുകയില്ല. അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടോ നമ്മളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ഇതിനകത്തുണ്ടാകുന്ന പരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ദൈവരാജ്യം ഇരിക്കുന്നതും നരകമിരിക്കുന്നതും. ഈ മനസ്സിനകത്തെ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഉള്ളിൽ നരകം രൂപപ്പെടുന്നതും സ്വർഗം രൂപപ്പെടുന്നതും. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. റോമ 14:17. പിന്നെന്താ സ്വർഗരാജ്യം? പ്രത്യുത നീതിയും സമാധാനവും. നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം, 3 കാര്യങ്ങൾ അടങ്ങിയതാണ് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? എന്താ ദൈവരാജ്യം? പക്ഷേ പറഞ്ഞേ.
നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. എന്നോട് പറഞ്ഞേ. സമാധാനം. ഒന്നുകൂടെ പറഞ്ഞേ. ഇത്ര വച്ചേ ഉള്ളോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, 3 കാര്യങ്ങൾ അടങ്ങിയതാണ് ദൈവരാജ്യ അനുഭവം. എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ? കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് നീതി, ജസ്റ്റിസ് അല്ലേ? നീതി എന്താ ഇപ്പം നീതി? എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ല. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ പോയതിൻ്റെ വേദനകൾ നമുക്കില്ലേ? ഉണ്ട്. അർഹതപ്പെട്ടത് കിട്ടാത്തതിൻ്റെ വേദന നമുക്കുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അർഹിക്കുന്നത് കിട്ടാതെ പോകാം. കണ്ടോ? നീതി കിട്ടാതെ പോകാം. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ അർഹിക്കുന്നതും അവൻ അർഹിക്കാത്തതും കൂടെ കിട്ടും. അർഹിക്കാത്തത് കിട്ടുന്നതിന് പറയുന്ന പേരെന്താ? അർഹിക്കുന്നത് കിട്ടുന്നതിൻ്റെ പേരാണ് നീതി. അർഹിക്കാത്തത് കിട്ടുന്നതിൻ്റെ പേരെന്താ? ഇതിന് പറയുന്ന പേര് കൃപ. എനിക്ക് അർഹിക്കുന്നതല്ല, അർഹിക്കാത്തതും കൂടെ കിട്ടുക, അതിന് പറയുന്ന പേരാണ് കൃപ. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് അർഹിക്കുന്നതും എനിക്ക് അർഹിക്കാത്തതുമായ കാര്യങ്ങൾ ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന അവസ്ഥ, അതിന് പറയുന്ന പേരാണ് ദൈവരാജ്യം. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങൾ അർഹിക്കുന്നതൊക്കെ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്ത് കൃത്യമായിട്ട് കൊണ്ടുതരുന്നു. അഡ്മിഷൻ കൊണ്ടുതരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെന്താണോ അർഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അർഹിക്കുന്ന നല്ല കൂട്ടുകാരെ കിട്ടുന്നു. ബെസ്റ്റ് ഒരു കൂട്ടുകാരനെ കിട്ടി, ഒരു കൂട്ടുകാരിയെ കിട്ടി, നല്ല അയൽക്കാരനെ കിട്ടി, നല്ല അയൽക്കാരിയെ കിട്ടി, നല്ല ജോലി കിട്ടി, നല്ലൊരു മേലധികാരിയെ കിട്ടി, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നന്നായി കിട്ടി, നല്ല അധ്യാപകരെ കിട്ടി. പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വിഷയം ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ആ വിഷയം ഇഷ്ടപ്പെടാൻ കാരണം അത് പഠിപ്പിച്ച അധ്യാപികയെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ അധ്യാപികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു ആത്മാർത്ഥത. ഇതുകൊണ്ടാണ് സത്യത്തിൽ ഈ സബ്ജക്റ്റിനോട് എനിക്ക് വളരെ താല്പര്യം തോന്നിയിരുന്നത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം പ്രിയമുള്ളവരെ ഇവിടെ ഇത് പ്രസംഗിച്ച്, ഇതുപോലെ ഞാൻ ഈ ടീച്ചറിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ച്, വളരെ ആത്മാർത്ഥതയുള്ളൊരു സത്യസന്ധയായ ഒരു അധ്യാപിക. അപ്പോൾ ആ അധ്യാപികയെക്കുറിച്ച് ഞാനിവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശാലോം ടെലിവിഷൻ വഴി പ്രിയമുള്ളവരെ എല്ലായിടത്തും സംപ്രേഷണം ചെയ്യപ്പെട്ടു. എൻ്റെ അധ്യാപകരിൽ നല്ല ശതമാനം പേര് റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ്. അവരെല്ലാം ഈ പ്രസംഗം കേട്ട് അവർ ഈ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു, നീ അറിഞ്ഞില്ലേ വേണ്ടേ, ഒരു ബിഷപ്പ് നിൻ്റെ കാര്യം പ്രസംഗിച്ചെന്ന് പറയും. അങ്ങനെ എൻ്റെ നമ്പർ എടുത്ത് ഈ ടീച്ചർ വിളിച്ചിട്ട് എന്നെ കാണാമെന്ന് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറിൻ്റെ ആത്മാർത്ഥമായി പഠിപ്പിക്കൽ കൊണ്ട് ആ സബ്ജക്റ്റിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഉടനെ ആ ടീച്ചർ പറഞ്ഞ്, ഞാനൊരച്ഛൻ്റെ മകളാണ്. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളതല്ല, ഏത് ജോലി ചെയ്താലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ജോലി ചെയ്യണം. അതുകൊണ്ട് ഈ അധ്യാപിക എന്നും തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിലായോ? ഒരധ്യാപിക തൻ്റെ കുട്ടികൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നതിൻ്റെ പ്രയോജനം കണ്ടോ? പ്രിയമുള്ളവരെ, ഞാനവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഈ അധ്യാപിക എന്ത് പറഞ്ഞാലും പഠിക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ കയറുന്നു. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു. കണ്ടോ? എനിക്ക് അത്യാവശ്യം ബുദ്ധിശക്തി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല അധ്യാപിക അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ എനിക്കതുപോലെ മനസ്സിലാകണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ആരാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ആരായാലും, നിങ്ങൾ എന്തായാലും, എവിടെയായാലും അവിടെ ഒരു നീതി അർഹിക്കുന്നവന് അർഹിക്കുന്ന കാര്യം നിങ്ങളിരിക്കുന്നിടത്ത് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവോടെ വേണം. ആ അപ്പൻ പറഞ്ഞു കൊടുത്ത ഉപദേശം സത്യസന്ധമായി സ്വീകരിച്ച ആ പെൺകുട്ടി ഒരു അധ്യാപികയായി മാറിയപ്പോൾ ആ അധ്യാപികയിൽ എത്രയോ കുട്ടികളുടെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടത്. പഠിക്കാനുള്ള ആ ശക്തി അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. കണ്ടോ?
ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഇതാ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ നാളെ ഒരു അമ്മയായിരുന്നിരിക്കും, നിങ്ങളൊരു അധ്യാപികയായിരുന്നിരിക്കും, നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നിരിക്കും. അവിടെ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് അവരർഹിക്കുന്നത് നൽകാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് നിങ്ങളിൽ നിറയണം. അപ്പോഴാണ് നീതി നടപ്പാകുന്നത്. അർഹിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നോക്കിയിരിക്കുന്നത്. അർഹിക്കാത്തത് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ തമ്പുരാനെ കൊണ്ട് സാധിക്കും. ഞാൻ മുമ്പ് ഒരു പെൺകുട്ടി ഓർമ്മിപ്പിച്ചില്ലേ, അവൾ അർഹിക്കാത്ത കാര്യമായിരുന്നു. കാരണം ഓൾറെഡി അവൾ ഔട്ടായി. ഇതാ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ അർഹിക്കാത്തത് ദൈവം അവളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യ സംസ്ഥാപനം നമ്മളിൽ നടക്കേണ്ടത് എത്ര ആവശ്യമാണ്. അപ്പോൾ സ്വർഗരാജ്യം എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരനുഭവമാണ്. അപ്പം നീതി, സമാധാനം. എന്താ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ? മനസ്സിൽ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത, ഒരു കാര്യവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ശാന്തമായ ഒരു പ്രത്യേക അവസ്ഥ അല്ലേ? അതാണ് സമാധാനം. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. അതെന്താ സന്തോഷം? നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട് ഇല്ലേ? പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സന്തോഷമാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ധ്യാനം കൂടിയ ശേഷം ധ്യാനത്തിൻ്റെ അന്ന് തന്നെ അവൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ തിരുമേനിയെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു? ഞാൻ ഫോൺ ഓണാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ ചോദിച്ചു എന്താണ്? എനിക്ക് ഇത്രയും നാളായിട്ട് കിട്ടാതിരുന്ന ജോലി കിട്ടി എന്ന മെസ്സേജ് വന്ന് കിടക്കുകയാണ്. ഞാൻ ഓണാക്കിയപ്പോൾ ആദ്യം വരുന്ന മെസ്സേജ് അതാണ്. അവൾക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ധ്യാനം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക, എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവൾ വന്ന് പറഞ്ഞ് എനിക്ക് ജോലി കിട്ടി. അവൾക്ക് ഭയങ്കര സന്തോഷം. ഇതിനി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമായിട്ട് മാറുന്നപ്പോഴാണ് ഞാൻ പിന്നെ പറയാൻ പോവുക. ഈ പെങ്കൊച്ച് ഇതാ ഇൻ്റർവ്യൂവിന് വേണ്ടിയും മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയും നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം മെഡിക്കൽ ടെസ്റ്റ് നടത്തണമല്ലോ, അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. എക്സ്റേ ഒക്കെ എടുത്തു, പ്രത്യേകം പരിശോധിച്ച് നോക്കിയപ്പോൾ അവളുടെ ശ്വാസകോശത്തിനകത്ത് ഒരു പാടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇനി വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ ഫിറ്റാവില്ല എന്ന് ഡോക്ടർമാർ എഴുതി വിട്ടു. ഇതാണ് അവൾക്ക് ഈ ജോലി കിട്ടിയ ജോലി മേടിക്കാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വലിയ കാര്യം മനസ്സിലായി. ഇതാ ജന്മനാ ഉള്ളൊരു കുഴപ്പമാണ്, ശ്വാസകോശത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മെഡിക്കൽ ഫിറ്റാവില്ല, അതുകൊണ്ട് വിദേശ രാജ്യത്ത് പോകാൻ പറ്റിയില്ല. കാര്യം ധ്യാനത്തിൽ ജോലി കിട്ടിയതാണ്. മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പം ജോലിക്ക് പോകാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി. ആദ്യം ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഇവിടെ എന്നെ കണ്ടപ്പം, ധ്യാനം കഴിഞ്ഞപ്പം സന്തോഷം. ഇത് പോകാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഇവിടെ വന്നിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിന് വലിയൊരു അനുഗ്രഹം കിട്ടി. എൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വിദേശത്ത് ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ പോയി മെഡിക്കൽ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് എൻ്റെ ശ്വാസകോശത്തിന് കുഴപ്പമുണ്ടാകുന്നത് മനസ്സിലായത്. അതുകൊണ്ട് എനിക്കിനി വിദേശത്ത് ജോലി ചെയ്യേണ്ട, ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്യണം. ഇന്ത്യയിൽ ജോലി ചെയ്ത് ഇവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ദൈവവിളി എന്ന് എനിക്ക് കർത്താവ് ബോധ്യപ്പെടുത്തി തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പറയുവോ? ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ കിട്ടുമ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രിയമുള്ളവരെ, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന സത്യം തിരിച്ചറിഞ്ഞ് നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും തോൽവിയിലും പരാജയങ്ങളിലും പോലും സന്തോഷിക്കാൻ പറ്റുന്ന പ്രത്യേക അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. കന്യാമറിയാമിൻ്റെ ജീവിതം നോക്കി പ്രിയമുള്ളവരെ, ആ ജീവിതം വിജയമായിരുന്നോ നമ്മുടെ ഒരു റീഡിങ്ങിൽ പരാജയമായിരുന്നു? ചെറുപ്രായത്തിൽ തന്നെ തിരഞ്ഞെടുത്ത്
ഉണ്ടായ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടേ നിർത്തിയത്, യഹൂദപ്പള്ളിയിൽ. യഹൂദപ്പള്ളി പെണ്ണുങ്ങളെ നിർത്തുകയില്ല. സ്ത്രീകൾക്ക് പ്രത്യേകം അടച്ചു മാറ്റിയൊരു സ്ഥലമുണ്ട്, അവിടെ പുറത്തു നിന്ന് ആരാധിക്കണം, പള്ളിക്കകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഇപ്പോഴും അങ്ങനെയാണ്. ആ പള്ളിയിൽ ഈ പെണ്ണിനെ കൊണ്ടാക്കി കാഴ്ചയപ്പം ഭക്ഷിച്ച് ജീവിക്കുക. 10-12 വയസ്സായി പ്രായപൂർത്തിയാകാറായപ്പോൾ അവരെല്ലാവരോടും ആലോചിച്ചു, ഇനിയിപ്പോൾ ഈ പെണ്ണിനെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിച്ച് വിടാൻ തീരുമാനിച്ചു. കല്യാണം കഴിപ്പിയെങ്കിൽ നിത്യകന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഈ പെൺകുട്ടി. അവളെ കല്യാണം കഴിച്ച് വിടാൻ തീരുമാനിച്ചു. അവസാനം പ്രിയമുള്ളവരെ ഒരു കല്യാണാലോചന വന്നു. അപ്പോൾ പറഞ്ഞു, ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല ആലോചനയാണ്. ചെറുക്കന് വയസ്സെത്രയാ? 65, റിട്ടയർഡ്. പെണ്ണിന് വയസ്സെത്രയാ? 12, 13. കല്യാണം വന്ന ആലോചന ഇതാ. എന്നാലും മാതാവ് എന്ത് ചെയ്തു? സന്തോഷത്തോടെ അതങ്ങ് സ്വീകരിച്ച്. കണ്ടോ, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തോടെ സ്വീകരിച്ച്. എന്നിട്ടോ ഗർഭിണിയായി കാണപ്പെടുമെന്ന് മാലാഖമെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് വിവാഹനിശ്ചയം നടന്നിരിക്കെ മാലാഖമെന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. യൗസേപ്പ് പിതാവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച്. എത്ര വേദനാജനകമാണ്. കല്യാണം മാറിപ്പോവുക. അവസാനം പ്രിയമുള്ളവർ പ്രസവിച്ചു. ഒന്നും അത്ര കേൾക്കാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല ഈ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവസാനം കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്ന് 33-ാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തിൽ നിൽക്കാവുന്ന ഏറ്റവും ഹീനമായ ഒരു മരണം, കുരിശുമരണം ഉണ്ടായി. ഏതെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? 30-ാമത്തെ വയസ്സിൽ യേശു ആശാരിപ്പണിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് നേരെ തെരുവിലേക്ക് ഇറങ്ങി. നാട്ടുകാർ തല്ലിക്കൊല്ലാൻ വേണ്ടി നടക്കുക. അന്ന് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഒരു സന്തോഷവും ഭൗതിക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതിന് പറയുന്ന പേരാണ് ദൈവരാജ്യ അനുഭവം. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് പരാജയങ്ങളുണ്ടായിട്ടുള്ളവരുണ്ട്, വീഴ്ചകളുണ്ടായിട്ടുള്ളവരുണ്ട്, ദുഃഖങ്ങളുണ്ടായിട്ടുള്ളവരുണ്ട്, തകർച്ചകളുണ്ടായിട്ടുള്ളവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവിക സന്തോഷം കൊണ്ട് നിറയാൻ പറ്റണം. ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വർഗരാജ്യ അനുഭവം. മനസ്സിലായല്ലോ സ്വർഗരാജ്യം എന്നാന്ന്?